Okay, design a closed helical compression ring for a service load ranging from 2250 to 2750 Newton. The axial deflection for the load range is 6 mm. The axial deflection for the load range is equal to 6 mm. Assume the spring index of 5. Spring index of 5, C is equal to capital D by small d is equal to 5. The permissible shear stress intensity is 420 megapascal. But tau is equal to 420 megapascal. And the modulus of rigidity is G is equal to 84 kilonewton per millimeter square. അതിനെ നമുക്ക് 84 into 10⁻³ Newton per millimeter square എന്നുള്ളതാണ്. Okay, neglect the stress concentration factor. Okay, ഫസ്റ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ രണ്ട് പാർട്ടായിട്ട് എഴുതുക. ഫസ്റ്റ് വൺ നെഗ്ലക്ട് ദ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. സെക്കൻഡ് പാർട്ട് ഇങ്ങനെ കൂടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ കൂടെ, കൺസിഡർ ദി സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ കൂടെ ചേർത്തു. നെഗ്ലക്ട് ദ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കൺസിഡർ ദ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. അപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറാണ്? നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ഏതാണ്? കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത ഏതാ? കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഏതാ ചെയ്തത്? വോൾ കൊറക്ഷൻ ഫാക്ടർ. അപ്പോൾ അത് ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് കൺസിഡർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാതെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. സെക്കൻഡിനകത്ത് ഞാൻ പറഞ്ഞു കൺസിഡർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ഒരു ഫുൾ എന്നിട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്കെച്ചും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് കേസ് എന്താ? വിത്തൗട്ട് കൺസിഡറിങ് ദി അപ്പോൾ നമുക്ക് ടോ തന്നിട്ടുണ്ട്. പക്ഷെ കെ നമുക്ക് ഇല്ലാത്ത ഇക്വേഷൻ ഏതാ നോക്കിയേ. ഏത് പേജ് നമ്പറിൽ ഇതൊക്കെ കിടക്കുന്നത്? ഏത് പേജ് നമ്പറിലാണ് കിടക്കുന്നത്? പേജ് നമ്പർ ഏതാ? പേജ് നമ്പർ 169 നോക്കിയേ. അപ്പോൾ നമുക്ക് ടോ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്ത് കണ്ടുപിടിക്കണ്ടേ? ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ആണല്ലോ. ഡിസൈൻ ചെയ്യുന്നതല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കിയേ ടോഡ് ഇക്വേഷൻ നോക്കിയേ. നമുക്ക് കെ ഇല്ലാത്ത ടോഡ് ഇക്വേഷൻ ഏതാ? കെ എടുക്കണ്ട. ഫസ്റ്റ് കേസ് വിത്തൗട്ട് കൺസിഡറിങ് ദ വോൾ ഫാക്ടർ. അപ്പോൾ കെ ഇല്ലാത്ത ടോഡ് ഇക്വേഷൻ പറഞ്ഞേ. rate of d by pi dt. Equation 8ft divided by pi d. ഓക്കെ. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ടോയുടെ വാല്യൂ എത്ര? കേൾക്കുന്നില്ല. 420 MPa. പിന്നെ ഡിയുടെ വരെ നമുക്ക് എങ്ങനെയാണ്? നമുക്ക് സി ഇസിക്കൽ ടു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ഇസിക്കൽ ടു എന്താ വരുന്നിട്ടുണ്ട്? അപ്പോൾ സ്മോൾ ഡി ക്യാപിറ്റൽ ഡി ഇസിക്കൽ ടു 5D എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 5D എന്ന് കൊടുക്കാം. പിന്നെ എഫ് എന്താ പറഞ്ഞേക്കുന്നത്?
എഫിൻ്റെ വാല്യൂ എങ്ങനെയാണ് എടുക്കാൻ പറഞ്ഞേക്കുന്നത്? അതായത് സ്പ്രിങ് എന്ന് വെച്ചാൽ ഇനിഷ്യലി ലോഡ് ചെയ്തേക്കുന്നത് ഒരു സ്പ്രിങ് ഉണ്ട്. ഓക്കെ, ആ സ്പ്രിങ് ഇനിഷ്യലി ലോഡ് ചെയ്ത് വെച്ചേക്കുന്നത് എത്ര W1 എത്ര, F1 എത്ര, 2250. ഫൈനൽ ലോഡിങ് F2 എത്ര, 2750. അപ്പോൾ എത്ര ലോഡ് ഇനിഷ്യൽ ലോഡിങ് കണ്ടീഷൻ 2250. ഇത്രയും ലോഡ് ഓൾറെഡി അപ്ലൈ ചെയ്ത് വെച്ച് വെക്കുക ഇനിഷ്യൽ ലോഡിങ് കണ്ടീഷന്. എന്നിട്ട് നമ്മൾ സെക്കൻഡ് നമ്മളൊരു ലോഡ് കൊടുക്കുമ്പോൾ, അതായത് എത്ര ലോഡാണ് കൊടുക്കുന്നത് ഇവിടെ സത്യത്തിലാണ്? എത്ര ലോഡാണ് കൊടുക്കുന്നത്? 2250 2750 അല്ലേ? 2250 2750. ഈ തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 2250 എത്ര? 500. അപ്പോൾ 500 ലോഡല്ലേ ആക്ച്വലി അവിടെ ആക്ട് ചെയ്യുന്നത് ലോഡിങ് കണ്ടീഷനിലാണ്. അതായത് ഇനിഷ്യലി ഒരു ലോഡ് കൊടുത്തു വെച്ചിട്ടുണ്ട് 2250. അത് എപ്പോഴും അതിൻ്റെ 0 ലെവലിന് വെച്ചാൽ 2250 ആണ്. എന്നിട്ട് 2250 ലോഡ് എത്രയായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു? F1 ഇനിഷ്യലി ഓൾവേസ് ലോഡഡ് F1 ആണ്. അത് കഴിയുമ്പോൾ F2 അത് ലോഡ് കൊടുക്കുന്നത് 500 കൊടുക്കുമ്പോൾ 2750 ലോഡിലെത്തി. അപ്പോൾ നമ്മൾ F എന്ന് പറയുന്നത് എത്ര ലോഡാണ് കൊടുക്കുന്നത് അവിടെ? F എത്ര വരും? 500. മനസ്സിലായോ എന്തുകൊണ്ട് 500 എടുത്തതെന്ന്? ഇനിഷ്യലി ഓൾവേസ് സ്പ്രിങ് ലോഡ് ചെയ്തത് 2250 എന്ന് പറയുന്ന ലോഡില്ല F1 2250 ആക്കി സെറ്റാക്കി വെച്ചേക്കുക. അതിനുശേഷം സ്പ്രിങ് വീണ്ടും ലോഡ് ചെയ്യുമ്പോൾ 2750 ആവും. എന്നിട്ട് ആ ലോഡ് മാറ്റുമ്പോഴത്തേക്ക് വീണ്ടും 2250 ആവും. അപ്പോൾ എത്ര ലോഡാണ് ആക്ച്വലി അവിടെ കൊടുക്കുന്നത് വർക്കിംഗ് കണ്ടീഷനിലാണ്? 500 ആണ്. അപ്പോൾ എഫിൻ്റെ വാല്യൂ എത്ര ഇട്ട് കൊടുക്കണം? 500. എന്തുകൊണ്ട് 500 ഇട്ട് കൊടുത്തതെന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് 500 ഇട്ട് കൊടുത്തതെന്ന് മനസ്സിലാവാത്തവരോട് ചോദിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ എഫിൻ്റെ വാല്യൂ 2250 2750 ഉണ്ടായിട്ടും 500 ഇട്ട് കൊടുത്തതിന് ക്ലിയർ ആയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇനി നമ്മൾ എഫിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു. നമ്മളാണ് എഫിൻ്റെ വാല്യൂ എല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ എന്ത് വേണമെന്ന് കണ്ടുപിടിക്കണ്ടേ? ഇവിടെ ഈ ഇക്വേഷനകത്തുനിന്ന് എഫിൻ്റെ വാല്യൂ എല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിച്ച് സിമ്പിളാണ് കേട്ടോ. ഈ പ്രോബ്ലംസ് സിമ്പിളാണ്, പക്ഷേ കുറച്ച് തിയറിയൊക്കെ അറിഞ്ഞിരിക്കണം. ഈ ക്വസ്റ്റ്യനകത്തുനിന്ന് ടോ = 8FD/πd ഇക്വേഷൻ എടുക്കാൻ കാരണം എന്താ? ബിക്കോസ് നെഗ്ലക്റ്റിംഗ് സ്ട്രെസ് കറക്ഷൻ അല്ലെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കെ ഇല്ലാത്ത ഇക്വേഷൻ എടുത്തു. അതിനുശേഷം ഡിയുടെ വാല്യൂ D/D = 5 ആണ്. അപ്പോൾ ക്യാപിറ്റൽ D = 5D എന്ന് കൊടുത്തു. എഫിൻ്റെ വാല്യൂ 2250 ആണ് ഇനിഷ്യൽ വാല്യൂ, 2750 ആണ് ഫൈനൽ വാല്യൂ. അപ്പോൾ ആക്ച്വലി അവിടെ അപ്ലൈ ചെയ്ത ലോഡ് എത്രയാണ്? 500 അപ്ലൈ ചെയ്ത ലോഡ്. അപ്പോൾ എഫിൻ്റെ വാല്യൂ 500 കൊടുക്കുന്നു അല്ലേ? പിന്നെ നമുക്ക് ടോയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്മോൾ ടിയുടെ വാല്യൂ എത്ര കിട്ടുമെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. സ്മോൾ ടിയുടെ വാല്യൂ എത്ര കിട്ടുമെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. എളുപ്പമല്ലേ? ആർക്കെങ്കിലും മനസ്സിലാകത്തോടെ ചോദിക്കണം. ദയവ് ചെയ്ത് നമ്മൾ ചുമ്മാ ബ്ലാങ്ക് ആയിട്ടിരിക്കരുത്. എത്ര ടിയുടെ വാല്യൂ ചെയ്തേ?
3.89 ആണോ സാറേ? എത്ര കിട്ടി? 8 സ്റ്റാൻഡേർഡ് എടുക്കട്ടെ സാറേ? സ്റ്റാൻഡേർഡൈസ് ചെയ്യും. എവിടെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത്? വയറിൻ്റെ സ്റ്റാൻഡേർഡൈസ് 4 ചെയ്യുന്ന mm. എത്ര ഇടി കിട്ടി ഇവിടെ? 3.8. 3.8ഓ? 3.8. എല്ലാവർക്കും ഇതാണോ കിട്ടിയത്? 89. എല്ലാവർക്കും ഇതാണോ കിട്ടിയത്? Yes sir. Yes, sir. ഇന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന ഇവിടെ പേജ് നമ്പർ 197 നോക്കി 3.8 ഉണ്ടോ? സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ 4 എടുത്തു അല്ലേ? അപ്പോൾ ഡിയുടെ വാല്യൂ എത്ര എടുത്ത്? 4 എടുത്ത്. ഇനി നമുക്ക് ക്യാപിറ്റൽ ഡി എത്ര കണ്ടുപിടിക്കും? ക്യാപിറ്റൽ ഡി 20. 5 × 4 20 കിട്ടും. ഇനി ക്യാപിറ്റൽ ഡി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ അടുത്ത് കണ്ടുപിടിക്കണ്ടേ? ക്യാപിറ്റൽ ഡി സ്മോൾ ഡി കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്തോ ഡി ഒ കണ്ടുപിടിക്കണം, ഡി എ കണ്ടുപിടിക്കണം. ഡി ഒ ഡി എ എന്തുവാ? ഡി ഒ എന്ന് വെച്ചാൽ എന്തുവാ? ഡി പ്ലസ് small d. ഡി ഐ കണ്ടുപിടിച്ച്. കണ്ടുപിടിച്ചോ? എത്ര കിട്ടി? ഇത്ര സമയം വേണം അത് കണ്ടുപിടിക്കാൻ? ഹലോ, 24 11. 24 16. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ ഡി ഒയും കണ്ടുപിടിച്ച്, ഡി എയും കണ്ടുപിടിച്ച്. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺ. നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാ? ഏത് ഫോർമുല എടുക്കണ്ടേ? ഡിഫ്ലക്ഷൻ ഉള്ളൊരു ഡിഫ്ലക്ഷൻ എത്ര വന്നേക്കുന്നത്? ഡിഫ്ലക്ഷൻ എത്ര വന്നേക്കുന്നത്? ഡിഫ്ലക്ഷൻ എത്ര വന്നേക്കുന്നത്? ഡിഫ്ലക്ഷൻ 6m. അപ്പോൾ ഡിഫ്ലക്ഷൻ്റെ ഒരു ഫോർമുല നോക്കി. ഡിഫ്ലക്ഷൻ്റെ ഒരു ഫോർമുല ഇപ്പുറത്ത് കിടപ്പുണ്ട്. ആക്സിയൽ ഡിഫ്ലക്ഷൻ. എന്ത് ആക്സിയൽ ഡിഫ്ലക്ഷൻ്റെ ഫോർമുല? y = 8f d³ i / g d⁴. പേജ് നമ്പർ 170 11.5 വേഗത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ അറിയാം? ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം? ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എത്ര?
റിഫ്ലക്ഷൻ്റെ വാല്യൂ എത്ര? സാറേ ഇതിനകത്ത് നിന്ന് എന്തോ ഐ ഇല്ലേ കണ്ടുപിടിക്കണ്ടേ? ഐ കണ്ടുപിടിക്കണം. അപ്പൊ ഐയുടെ ഇക്വേഷൻ എടുത്താൽ പോരെ? ഐയുടെ ഇക്വേഷൻ അതെടുത്താലും മതി. ഈ ഇക്വേഷൻ തന്നെ അത് റീഅറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ 8 കോൺസ്റ്റൻ്റ്. എഫിൻ്റെ വാല്യൂ എത്ര? എഫിൻ്റെ വാല്യൂ എത്ര? 500. ക്യാപിറ്റൽ ഡി കണ്ടുപിടിച്ചു, ജി തന്നിട്ടുണ്ട്, സ്മോൾ ഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഐ കിട്ടും. ഐ എത്ര കണ്ടുപിടിച്ച്? ഐ എത്ര കിട്ടുന്നതെന്ന് കണ്ടുപിടിച്ച്. ആപ്പോടെ 3-4 ഫോമിലേ ഉള്ളൂ. ആ ഫോമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് എല്ലാം കണ്ടുപിടിക്കും. ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഐ ഈക്വൽ ടു നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺ. എത്ര കിട്ടും? എത്ര ടൈയുടെ വാല്യൂ? കിട്ടിയില്ലേ? ഹലോ സർ 4.032 ആണ് സർ. എത്ര? 4.032. ഇതാണ് എല്ലാവർക്കും കിട്ടിയത്. എനിക്കറിയത്തില്ല കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. സാർ 5 എടുക്കണോ? 5 എടുത്തു. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺ കൈ കിട്ടി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേൺ എന്തുവാ? ഏത് ടൈപ്പ് ഓഫ് സ്പ്രിങ് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? തന്നിട്ടുണ്ടോ? സർ ക്ലോസ് കോയിൽഡ് ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിംഗ് ആണ് നോക്കുന്നത്. ക്ലോസ് കോയിൽഡ് ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിംഗ് തന്നിട്ടുണ്ട്. പക്ഷെ അതല്ല, നമുക്ക് ആ ടേബിൾ ആ കോളത്തിനകത്ത് തന്നേക്കുന്ന ഏതെങ്കിലും ടൈപ്പ് വന്നിട്ടുണ്ടോ? ഇല്ല സാർ. ഏത് ടേബിൾ ആ കോളം ഉദ്ദേശിച്ചത് മനസ്സിലായോ? ഏത് ടേബിൾ ആ കോളം? 1.4 സർ. ഏതായിരുന്നു പേജ് നമ്പർ? 189. ഓക്കെ, 189 തന്നേക്കുന്ന ഏതെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അസ്യൂം ചെയ്യുവാണ് എന്താണ്? സ്ക്വയർ ആ ഗ്രൗണ്ടാണ്. അപ്പോൾ സ്ക്വയർ ആ ഗ്രൗണ്ടിന് n ഡാഷ് എൻ്റെ വാല്യൂ എന്താണ്? i + 2. 5 + 2 എത്ര വരും? 7. ഇത്ര ക്ലിയർ ആയോ? അപ്പം ഇനി അടുത്ത എന്താ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്? സോളിഡ് ലെങ്ത്. ഓക്കെ, സോളിഡ് ലെങ്തിൻ്റെ ഫോർമുല എന്താണ്? ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ.
ഓക്കെ, സോളിഡ് ലെങ്തിൻ്റെ ഫോർമുല എന്താ നമ്മൾ പഠിച്ചിരുന്നത്? സോളിഡ് ലെങ്ത് എന്താണ്? n dash into d n dash into small d. n dash into n dash എത്ര കിട്ടിയേ? 7 ഇൻറ്റു d എത്ര കിട്ടിയേ? എത്ര? 4. അപ്പോൾ എത്ര കിട്ടി? ഇനി ഇതാണ് എൽ എസ്. ഇനി എന്തുകൊണ്ട് അടിക്കണ്ടേ? ഫ്രീ ലെങ്തിൻ്റെ ഫോർമുല എന്തുവാ? എൽ എസ് പ്ലസ് ഡെൽറ്റ മാക്സ് പ്ലസ് 0.14 delta അലവൻസ് അല്ലേ? അതായത് അലവൻസ് എന്ന് പറയുമ്പോൾ 0.15 ഇൻറ്റു ഡെൽറ്റ മാക്സ്. ഇത്രയും ക്ലിയർ ആയോ? ഇനി നമുക്ക് എൽ എസിൻ്റെ വാല്യൂ നമുക്കറിയാം, കണ്ടുപിടിച്ച്. പക്ഷേ ഡെൽറ്റ മാക്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന ഡെൽറ്റ എന്ന് പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. 2250 മുതൽ 2750 ആണ് അവിടുത്തെ അപ്ലൈ ചെയ്ത ലോഡ്. അതായത് 2250 ഇനിഷ്യൽ ലോഡാണല്ലോ. എന്നിട്ട് എത്ര ലോഡ് അപ്ലൈ ചെയ്യുന്നത്? 500 ലോഡ് അപ്ലൈ ചെയ്യുന്നത്. 500 ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ 2750 ആയി. അപ്പോൾ 500 ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ലോഡ് എത്ര? 2750. അപ്പോൾ ഈ 500 ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഡിഫ്ലക്ഷനാണ് ഇത്രയും. 500 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷനാണ് എന്ത്? ക്വസ്റ്റ്യന് പറഞ്ഞേക്കുന്നത് കൃത്യമായിട്ട് വായിച്ചു നോക്കി. അതായത് ദ ആക്ച്വൽ ഡിഫ്ലക്ഷൻ ഫോർ ദ ലോഡ് റേഞ്ച് ഈസ് 6 mm. അതിൻ്റെ അർത്ഥം എന്ത്? അതിന് ഓൾറെഡി ഡിഫ്ലക്ഷൻ ആ ഒരു 500 mm അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് 6 mm. പക്ഷേ ഓൾറെഡി അതിന് ഡിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ മാക്സിമം ലോഡ് എത്രയാണ്? 2750 അല്ലേ വന്ന് നിൽക്കുന്നത്. 500 അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് 2750 വന്ന് നിൽക്കുന്നത്. ആ 2750 ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. അപ്പം 1 ന്യൂട്ടൺ അപ്ലൈ ചെയ്യണമെങ്കിൽ എത്ര ലോഡ് വരും? 6 ഡിവൈഡ് ബൈ 500 mm ഡിഫ്ലക്ഷൻ വരും. വേണോ? അപ്പോൾ 2750 ന്യൂട്ടൺ ആണ് ഫൈനൽ ലോഡ് എന്നുണ്ടെങ്കിൽ 27 ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്ര ഡിഫ്ലക്ഷൻ വരും? 2750 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഡിഫ്ലക്ഷൻ വരും? 6/500 ഇൻറ്റു 2750 mm വരും. അപ്പോൾ ഇതായിരിക്കത്തില്ലേ മാക്സിമം ഡിഫ്ലക്ഷൻ? നമ്മുടെ തന്നിരിക്കുന്നത്, നമുക്കിപ്പോൾ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് 2750 ഡിഫ്ലക്ഷൻ 6 mm ആണ് തന്നിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അത് എടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല പറഞ്ഞിരിക്കുന്നത്. ആ ഒരു 2250 മുതൽ 2750 വരെ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ 6 ആണ്. അതിൻ്റെ അർത്ഥം 2750 ഡിഫ്ലക്ഷൻ 6 mm ആണെന്നല്ല. അതിൻ്റെ അർത്ഥം ഓൾറെഡി ഉള്ള ഡിഫ്ലക്ഷനും കൂടെ അക്കുമുലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഡെൽറ്റ മാക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2750 എന്ന ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മാക്സിമം എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 1 ന്യൂട്ടണിന് എത്ര ഡിഫ്ലക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ 2750ക്ക് 6/500 ഇൻറ്റു 2750 ഡിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ 2750 ആണ് മാക്സിമം ലോഡ്. സോ ആ ഒരു ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫ്ലക്ഷനാണ് ഡെൽറ്റ മാക്സ്. അപ്പോൾ ഡെൽറ്റ മാക്സ് കണ്ടുപിടിക്കുക. ആ ഡെൽറ്റ മാക്സ് എടുത്തിട്ട് എങ്ങോട്ട് ഇട്ട് കൊടുക്കുക? എൽ എസ് എന്ന് പറയുന്ന ഫോർമുല എന്തുവാണ്? എൽ എസ് അല്ല, എൽ എഫ് എന്നുള്ള ഫോർമുലക്കകത്ത് LSA പ്ലസ് ഡെൽറ്റ മാക്സ് പ്ലസ് 0.15 ഡെൽറ്റ മാക്സ് ഫോർമുലക്കകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന ലെങ്ത് ആണ് ഫ്രീ ലെങ്ത്. ഒന്ന് കണ്ടുപിടിച്ച് അപ്പോൾ ഓൾമോസ്റ്റ് 66 കിട്ടിയെന്ന് പറയുന്നു ആൾക്കാർ. 66 കിട്ടിയെങ്കിൽ ഫ്രീ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പിച്ചാണ്.
പിച്ച് കൊണ്ടിരിക്കുന്ന ഫോർമുല ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഫ്രീ ലെങ്ത് ഡിവൈഡ് ബൈ എൻ ഡാഷ് മൈനസ് എൻ. ഫ്രീ ലെങ്തിൻ്റെ കിട്ടി, എൻ ഡാഷിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, എന്നിൻ്റെ വാല്യൂ 1ൻ്റെ വാല്യൂ അതുപോലെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? പിച്ചിൻ്റെ വാല്യൂ എത്ര കിട്ടുമെന്നൊന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. പിച്ചിൻ്റെ വാല്യൂ 11 കിട്ടിയ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഡിസൈൻ എന്തൊക്കെ ഫാക്ടർ കണ്ടുപിടിച്ചു നമ്മൾ? ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് സ്മോൾ ഡി, ക്യാപിറ്റൽ ഡി, ഡി ഐ, ഡി ഒ, ഐ, എൻ, എൻ ഡാഷ്, പിന്നെന്താ കണ്ടുപിടിച്ചത്? എൽ എസ്, എൽ എഫ്, പി. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചല്ലോ. ഈ ഫസ്റ്റ് കേസ് എന്തായിരുന്നു? ഫസ്റ്റ് കേസ് നമ്മൾ ഫസ്റ്റ് കേസ് എന്തുമായിരുന്നു? കേസ് 1 അല്ലേ നമ്മളിപ്പോൾ ചെയ്തത്. കേസ് 1 എന്താണ്? വിത്തൗട്ട് കൺസിഡറിങ് സ്ട്രെസ് കറക്ഷൻ ഫാക്ടർ, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. സെക്കൻഡ് കേസ് ഞാനൊരു കേസ് ആഡ് ചെയ്ത് തന്നായിരുന്നല്ലോ. സെക്കൻഡ് കേസ് എന്താണ്? കൺസിഡറിങ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. അപ്പോൾ എന്താ വ്യത്യാസം വരുന്നത്? എന്ത് വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ? നമ്മൾ ടോ എടുക്കുമ്പോൾ കെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുള്ള ഫോർമുല എടുക്കണം. കെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുള്ള ഫോർമുല ഏതാ? അല്ലേ? ടോ ഈസിക്കൽ ടു ഏത് ഫോർമുല? കെ കൂടി ഇൻക്ലൂഡ് ചെയ്തുള്ള 8 ഡി കെ ഡിവൈഡ് ബൈ പൈ ഡി ക്യൂബ് അല്ലേ? ഈ ഫോർമുല തന്നെയാണ് ഡി ഈസിക്കൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഈ ഫോർമുല തന്നെയാണ് ഡി ഈസിക്കൽ ടു ക്യൂബ് റൂട്ട് ഓഫ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഫോർമുലയ്ക്കകത്ത് കെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എന്ത് ഏത് ഫോർമുല എടുക്കണം കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? ഈ ഫോർമുല എടുക്കണം. നിങ്ങൾക്ക് ക്ലിയർ ആയോ പറഞ്ഞ ക്ലിയർ ആയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ കേസ് 2 കൺസിഡർ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ പറയുമ്പോഴത്തേന് ടോ എടുക്കുമ്പോൾ കെയുള്ള ഇക്വേഷൻ എടുക്കുക. കെയുടെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾ സ്ട്രെസ് ഫാക്ടർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഫോർമുല യൂസ് ചെയ്ത് കെ കണ്ടുപിടിക്കുക. ബാക്കിയെല്ലാം നമ്മൾ അത് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ സിമിലറായിട്ടാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. അത് ചെയ്ത് അതേപോലെ തന്നെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കെ കണ്ടുപിടിക്കുക. മനസ്സിലായി? ഞാൻ പറയണം ഒന്നുകൂടെ. ടോ ഇസിക്കൽ ടു നമ്മൾ ഇനിഷ്യലി കെ ഇല്ലാത്ത ഇക്വേഷൻ എടുത്തത്. ഇനി ടോ ഇസിക്കൽ ടു കെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത ഇക്വേഷൻ വരുമ്പോഴത്തേന് 8 ഡി കെ ഡിവൈഡഡ് ബൈ പൈ ഡി ക്യൂ എന്നൊരു ഇക്വേഷനാണ്. ഇത് എവിടെ കിടക്കുന്നതെന്ന് പറയണോ? 169 കിടക്കുന്നത്. ഈ ഇക്വേഷൻ തന്നെയാണ് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് തൊട്ടടുത്ത ഇക്വേഷനായിട്ട് ഇരിക്കുന്നത്. ഡി ഇസിക്കൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 8 ഡി കെ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു ടോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഈ കെയുടെ വാല്യൂ എന്തുവാണ് എടുക്കണ്ടേ? ഈ കെയുടെ വാല്യൂ ആണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് കേസിനകത്ത് നെഗ്ലക്ട് ചെയ്തത്. കെയുടെ വാല്യൂ സെക്കൻഡ് കേസിനകത്ത് കെയുടെ വാല്യൂ കൺസിഡർ ചെയ്യാൻ പറയുമ്പോൾ കെയുടെ വാല്യൂ ഏതാ എടുക്കണ്ടേ? കെ ഇസിക്കൽ ടു ഏതാ എടുക്കണ്ടേ? കെ ഇസിക്കൽ ടു കെയുടെ വാല്യൂ ഏത് വാല്യൂ? അത് പറഞ്ഞേ 4c മൈനസ് 1 ഡിവൈഡ് ബൈ 4c മൈനസ് 4 ഈ ഫോമിൽ എടുത്തിട്ട് നമ്മൾ ചെയ്യണം അല്ലേ? അന്നേരം ഒരു ഡിസൈൻ കിട്ടും. എന്തൊക്കെ എല്ലാ കാര്യങ്ങളും ഡി കിട്ടണം, ക്യാപിറ്റൽ ഡി കിട്ടണം, ഡി ഒ കിട്ടണം, ഡി ഐ കിട്ടണം, ഐ കിട്ടണം, എൻ ഡാഷ് കിട്ടണം, എൽ എസ് കിട്ടണം, എൽ എഫ് കിട്ടണം, പിന്നെ പിച്ചും കിട്ടണം. ഇത്രയും കാര്യങ്ങൾ അന്നേരം കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ സെക്ഷനിൽ പറയാനുള്ളത്. നമുക്ക് നാളെ